എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിന് മുമ്പായിട്ട് ഒരു 5 കിലോ നമുക്ക് കുറയ്ക്കണ്ടേ? ഓണത്തിന് അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് നമുക്കൊരു 5 കിലോ ഹെൽത്തി ആയിട്ട് കുറയ്ക്കാം. ഓണത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമുക്ക് എപ്പോഴും ഇക്കാലത്തും ആവശ്യമാണ്. അപ്പം നമുക്ക് അതിന് ഒരു 1200 കാലറിയുടെ ഒരു ഡയറ്റാണ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 100 to 200 വരും. ഒരു 50 to 55 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെയിലി എത്ര പ്രോട്ടീൻ വേണം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ 3 ദിവസത്തേക്ക് വേണ്ടിയുള്ള മെനു ആണ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ നമുക്ക് സോക്ക് ചെയ്തിരിക്കുന്ന നട്ട്സ് കഴിക്കാം. ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കും അത് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാം. അത് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാം. ഇനി അത് നിർബന്ധമേ അല്ല. അല്ലെങ്കിൽ നമുക്ക് സോക്ക് ചെയ്ത നട്ട്സ്, റൈസിൻസ് എന്തെങ്കിലും ഒരു 6 എണ്ണം കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ആ കൂട്ടത്തിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8, 8:30ക്ക് ഉള്ളിൽ കഴിക്കാൻ നോക്കുക. അത് നമ്മുടെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, അതൊരു 3 എണ്ണം, സാമ്പാറും. ഈ ഒപ്പം കുറച്ചും കൂടുതൽ പ്രോട്ടീൻ വേണമെന്നുള്ളവർക്ക് ഒരു എഗ് വൈറ്റ് കൂടെ എടുക്കാവുന്നതാണ്. ഇഡ്ഡലി ഒരു 3 എണ്ണം, പിന്നെ സാമ്പാർ ഒരു ഒരു 5 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. കുറച്ചും കൂടെ കൂടുതൽ പ്രോട്ടീൻ കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പരിപ്പ് കൂടുതൽ ആഡ് ചെയ്തിട്ട് സാമ്പാർ കുക്ക് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ്, പല കളറുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഇനി മിഡ് മോർണിംഗ് ടൈമിൽ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഏതെങ്കിലും എടുക്കാം. അതിപ്പോൾ സീസണൽ ആയിട്ട് ഉള്ള എന്തെങ്കിലും, ഇപ്പോൾ പേരയ്ക്ക, നെല്ലിക്കയൊക്കെയാണ് വൈറ്റമിൻ എയും സിയും ഒക്കെ കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളൊരു പകുതി പേരയ്ക്ക കഴിക്കുന്നു. ഇനി ജോലിക്ക് പോകുന്നവർക്ക് ആ മിഡ് മോർണിംഗ് ടൈമിൽ അത് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ടൈമിന് ഒരു 10 മിനിറ്റ് ഗ്യാപ്പിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഒരു ഹാഫ് ഫ്രൂട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ലഞ്ചിലോട്ട് വരുമ്പോൾ നമ്മുടെ മട്ട അരിച്ചോറ് 6 ടേബിൾ സ്പൂൺ, അതിനൊപ്പം നമ്മുടെ രാവിലത്തെ സാമ്പാർ തന്നെ, പിന്നെ ഒരു ചീരത്തോരൻ. നമ്മൾ ഈ സെയിം കറി എടുക്കുന്നതിന്റെ കാര്യം, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നു, അല്ലെ നമുക്ക് വീട്ടുകാർക്കൊരു ഫുഡ്, നമുക്കൊരു ഫുഡ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരുന്ന് കുക്ക് ചെയ്ത് നമുക്ക് അതിനുള്ളൊരു സമയം നമുക്കില്ല. നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ. 3 നേരം 3 രീതിയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ സാമ്പാർ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മട്ട അരി ചോറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റുകൾ കൊണ്ടുള്ള മില്ലറ്റ് വേവിച്ചത് എടുക്കാവുന്നതാണ്. മില്ലറ്റ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈവനിങ്ങിലോട്ട് വരുമ്പോൾ ഗ്രീൻ ടീ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് അവല ഉള്ളത് കൊണ്ട് ചായയും അവലും ഒന്നിച്ചെടുക്കാൻ നിൽക്കരുത്. അയണിന്റെ അബ്സോർഷൻ ചായയിലെ ടാനിൻ കണ്ടന്റ് കുറയ്ക്കും. അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ടെടുക്കുക. അവല് നനച്ചതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ അവല്, ഒരു ടീസ്പൂൺ 5 ഗ്രാംസ് താഴെ വരുന്ന തേങ്ങ ചിരകിയത്, നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത ചിയ സീഡോ ഫ്ലാക്സ് സീഡോ എള്ളോ യൂസ് ചെയ്യും. അപ്പൊ സീഡ്സ് നമുക്ക് ഒമേഗ 3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വയറ്റിൽ ചെല്ലൂലോ. അപ്പൊ സീഡ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ശർക്കര ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അവല് നനച്ചത് കഴിക്കാം. ഇത് നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ശർക്കര ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്രേവിങ്സും കുറയും. അയൺ കിട്ടാൻ നമുക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഡിന്നറിലോട്ട് വരുമ്പോൾ ഡിന്നർ കഴിവതും ഒരു 7, 7:30ക്കുള്ളിൽ നിർത്തുക കേട്ടോ. ആ കാര്യം ഒരു പണ്ടത്തെ ലൈഫ് സ്റ്റൈലല്ല നമ്മുടെ ഇപ്പോഴത്തെ. നമ്മൾ ലേറ്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ഒരു 6 മണിക്കൊക്കെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്ക് ഉറങ്ങുന്ന ഒരാൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഒരു 7, 7:30ക്കുള്ളിൽ കഴിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾക്ക് രാവിലത്തെ ദോശ, ഇഡ്ഡലിയുടെ മാവില്ലേ, അതുകൊണ്ട് ഒരു ദോശ ഉണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ 1.5 ദോശ. നമ്മുടെ സാമ്പാർ അഗെയിൻ നമ്മൾ വീണ്ടും എടുക്കുന്നു. പിന്നെ എഗ് വൈറ്റ് ഒരെണ്ണം എടുക്കുന്നു. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സാലഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ സാലഡ്സും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ഡേയിലോട്ട് വരുമ്പോൾ സെയിം ഏർലി മോർണിംഗ് സെയിം റൂട്ടീൻ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ഒരു 1/4 കുറ്റി പുട്ട്. ആ പുട്ട് നനയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഒരു ക്യാരറ്റോ ഒരു ബീട്രൂട്ടോ ഒന്ന് മിക്സിയിൽ വെള്ളം ചേർത്ത് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ പുട്ട് നനയ്ക്കുകയാണെങ്കിൽ അത്രയും വെജിറ്റബിളും കൂടെ നമ്മുടെ വയറ്റിലോട്ട് ചെല്ലും. പിന്നെ കടലക്കറി ഒരു 5 ടേബിൾ സ്പൂൺ കടലക്കറി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മിഡ് മോർണിംഗ് ടൈമിൽ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഏതെങ്കിലും ഒരു പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം എടുക്കാം. ഉച്ചയ്ക്ക് മട്ടച്ചോറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ് യൂസ് ചെയ്യും. സോയ ബുർജി, സോയ ചങ്ക്സ് ഇല്ലേ, വേവിച്ചിട്ട്
ഉണ്ടാക്കുന്ന സോയ ബുർജി എടുക്കാം. പിന്നെ തൈര് വേണമെങ്കിൽ തൈര് എടുക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോ തോരനോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈവനിങ് ടൈമിൽ ബനാന. പലരും ഡയറ്റ് ചെയ്യുമ്പോൾ ബനാന സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ബനാന നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം. ഡിന്നറിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ പുട്ടിനുണ്ടാക്കിയ കടലക്കറി ബാക്കിയുണ്ടല്ലോ, ആ കടലക്കറി നിങ്ങൾക്ക് ആ കടല വെച്ചിട്ട് ഒരു സാലഡ് ആക്കാം. അതിൻ്റെ ഒപ്പം കേട് കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. ഇനി കടല വേണ്ട എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച സോയ ബുർജി ഇല്ലേ, സോയ ബുർജിയും കേടും കൂടെ ഡിന്നറിന് കഴിക്കാവുന്നതാണ്. ഇനി തേർഡ് ഡേയിലോട്ട് വരുമ്പോൾ സെയിം സാധനം, ഓട്സ് എഗ് ഓംലെറ്റ്. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മിഡ് മോർണിംഗ് ടൈമിൽ ക്യാരറ്റ്. ഇനി ഓട്സ് എഗ് ഓംലെറ്റ്, എഗ് പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് മൂങ് ദാലോ പനീർ ചീകിയതോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലഞ്ചിന് അഗെയിൻ റൈസ് ദാൽ കിച്ചടി. ഈ റൈസ് നിങ്ങൾക്ക് പൊന്നിയരിയോ അല്ലെങ്കിൽ മില്ലറ്റ് കൊണ്ടുള്ള കിച്ചടി ഉണ്ടാക്കാം, മട്ട അരി കൊണ്ടുള്ള കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ റൈസിന്റെ അത്രയും ക്വാണ്ടിറ്റി തന്നെ പല പൾസസ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, കിച്ചടിക്കകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി കുറേയും കൂടെ പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോയ ചങ്ക്സ്, പനീറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈവനിങ് ഗ്രീക്ക് യോഗോട്ട്. ഡിന്നറിൽ വരുമ്പോൾ മുതിര സൂപ്പ്. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ മുതിര നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് തൈറോയിഡ് ഉള്ള ആൾക്കാർക്കൊക്കെ മുതിര സൂപ്പ് വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 ദിവസത്തെ മീല്. ഇത് നിങ്ങൾ പ്രത്യേകം എയിം ചെയ്യേണ്ട കാര്യം 100 ഗ്രാം ഫ്രൂട്ട് ഡെയിലി എടുക്കാൻ നോക്കുക. 400 ഗ്രാം വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള അളവാണ് കേട്ടോ. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം വലിഞ്ഞ അളവ് കുറയും. അതുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നതിന് മുന്നത്തെ അളവ് പറയുന്നത്. 400 ഗ്രാംസ് വെജിറ്റബിൾസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. 10 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ നോക്കുക. 10-15 മിനിറ്റ് വെയിൽ കൊള്ളാൻ നോക്കുക. വൈറ്റമിൻ ഡി കിട്ടാൻ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ റെഡി അല്ലേ, നമ്മൾ പൊളിക്കല്ലേ.